ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിലപാടുകളെ ശ്ലാഘിച്ച പുകഴ്ത്തിയ സർക്കാർ നിലപാടുകൾക്കൊപ്പം പിന്തുണ പ്രഖ്യാപിച്ച NSS നിലപാടിൽ ആടി ഉലയുകയാണ് കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ. കോൺഗ്രസും അതെ, BJPയും അതെ. ഇതാ ശബരിമല വിഷയത്തിൽ നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. തനിക്കെതിരായ പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടാവാം. മുമ്പ് കോൺഗ്രസ് നേതാക്കൾ NSSൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ലെന്നും സുകുമാരൻ നായർ പറയുന്നു. ഇപ്പോൾ സ്വീകരിച്ചത് ശരിദൂരമാണെന്നും സുകുമാരൻ നായർ. സാറേ, ഞാൻ കൈരളി TV നിന്നാണേ. സാറേ, നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രശ്നപരിഹാരത്തിനാണോ ശ്രമിക്കുന്നത്? അവർക്ക് എന്നാ പ്രശ്നം പരിഹരിക്കാൻ? അവരൊന്നും പരിഹരിക്കാനില്ല. അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അത് കണ്ടില്ല. എന്തോ അനുനയിപ്പിക്കാനായിരുന്നു? അനുനയമില്ലല്ലോ. അനുനയിപ്പിക്കത്തക്ക കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ മഹാഭാവമൊന്നും ചെയ്തില്ലല്ലോ. നമ്മുടെ നിലപാട് ഉറച്ചു നിൽക്കുകയാണ് ഈ അയ്യപ്പ സംഘം. അത് ഏത് കാര്യം വന്നാലും നിലപാടിൽ ഉറച്ചു തന്നെ ആയിരിക്കും. പിന്നെ ഈ കാണിക്കുന്ന ബഹളമൊന്നും ആകെ പണ്ട് മുതലേ എന്നതിന് വിരുദ്ധരായിട്ടുള്ള ചില നായന്മാരും ചില പാർട്ടിയുടെ അനുയായികളും ഒക്കെയാണ്. ഈ ജനറൽ സെക്രട്ടറിക്കെതിരെ ചില കരയോഗങ്ങളിൽ, ഒറ്റപ്പെട്ട ചില കരയോഗങ്ങളിലൊക്കെ പ്രതിഷേധവും പോസ്റ്ററുകളും ഒക്കെ വരുന്നുണ്ടല്ലോ. അതിന്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ? അതെ, ഇത് കരയോഗത്തിനകത്തുള്ള അഭിപ്രായ ഭിന്നത കാണുമല്ലോ ഒരു സംഘടനയിൽ. അതും കാണും. പിന്നെ അവർക്ക് NSSനകത്ത് ചിലരുടെ രാഷ്ട്രീയം കടത്താൻ സാധിക്കാത്തതിന്റെ ഇതുകൊണ്ടിരിക്കാം. അതെല്ലാം ഒരു അവസരമാക്കിയിട്ട് ഈ നമ്മുടെ നേരത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കോൺഗ്രസ് നേതാക്കന്മാർ NSSുമായി കൂടിക്കാഴ്ചകൾ നടത്തുക അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തേടുകയൊക്കെ ചെയ്തിരുന്നു. സമീപകാലത്ത് അങ്ങനെയൊക്കെ ഉള്ള സമീപനങ്ങൾ ഉണ്ടാവുന്നുണ്ടോ പുതിയ നേതൃത്വത്തിൽ നിന്നൊക്കെ? അതിനൊക്കെ കാരണങ്ങളില്ലല്ലോ. എന്തോ അതിനൊക്കെ കാരണങ്ങളില്ലല്ലോ. ചെയ്തിട്ടില്ല. അവർ NSSന്റെ അഭിപ്രായം തേടുകയായിരുന്നു മുന്നൊക്കെ. NSSന്റെ അഭിപ്രായം തേടുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? ഇപ്പൊ അതിനുള്ള അവസരമില്ല. അതാണത്തെ കാര്യത. എല്ലാ നേതാക്കന്മാരല്ലേ അതിൽ ഈ സമദൂര നിലപാട് അതിനകത്ത് പിന്നെ ഇതൊഴിച്ചുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇത് ഇപ്പൊ എടുത്തിട്ടുള്ള കാര്യമല്ല. ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് NSS ഒരു നിലപാടെടുത്ത ആ നിലപാടിൽ NSS ഉറച്ചു നിൽക്കും. അത് ആ കാര്യത്തെ സംബന്ധിച്ച് ഉള്ള ശരി ആണ്. ആ ശരിദൂരത്തിലേക്ക് പോകാൻ കാര്യം. ഇപ്പൊ NSS എടുത്ത ശരിദൂരം രാഷ്ട്രീയത്തിലൊന്നും യാതൊരു സമദൂരം തന്നെയാണ് ഉള്ളത്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ NSS ശരിദൂരമാണ് സ്വീകരിച്ചത്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ തന്നെ ഈ ഘട്ടത്തിൽ ചേരുകയാണ്. സനോജ് സുരേന്ദ്രൻ, സുകുമാരൻ നായർ സാർ പറഞ്ഞത് കൃത്യമാണ്. അതിൻ്റെ നിലപാട് സർക്കാരിനൊപ്പം നിൽക്കുന്നതിൻ്റെ സാങ്കത്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ യുക്തി എന്താണ്, NSSൻ്റേതായ ആ നിലപാടിലെ ശരികൾ എന്തൊക്കെയാണ്? അപ്പോൾ സമദൂരമാണെങ്കിലും ശരിദൂരത്തിലേക്ക് എത്തുന്നു, ആ യുക്തി അതൊന്ന്. രണ്ട്, ഇപ്പോൾ കോൺഗ്രസ് സണ്ണി ജോസഫ് ആയാലും VD സതീശനായാലും തിരുവഞ്ചൂരായാലും ഒക്കെ നിഷേധിക്കുന്നത് പോലെ അല്ല, വ്യക്തിപരമായ കാര്യമായല്ല. ഇന്നലെ അനുനയത്തിന് തന്നെയാണ് PJ കുര്യനും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ ചെന്നത് എന്ന സൂചനയും സുകുമാരൻ നായർ സാർ നൽകുന്നു. തീർച്ചയായിട്ടും അജിംഷാദ്, അനുനയ നീക്കത്തിന്റെ സാഹചര്യമില്ല. തങ്ങളുടെ നിലപാട് വ്യക്തമാണ്. തങ്ങൾ ശരിദൂര നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. സമദൂര നിലപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എടുക്കുമ്പോഴും നിലവിലത്തെ സാഹചര്യത്തിൽ ശരിദൂരമാണ് എടുത്തിട്ടുള്ളത്. അത് സർക്കാർ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കിയ നിലപാടിനോട് NSSന് യോജിപ്പാണ്. ആ നിലപാട് NSSൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന് അടിസ്ഥാനത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷും PJ കുര്യനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശനം നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വാർത്ത ഫ്രാൻസിസ് ജോർജ് MP സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. അങ്ങനെ നേതാക്കന്മാർ ഒന്നിനു പിറകെ ഒന്നായി പെരുന്നയിലൂടെ കയറി ഇറങ്ങുമ്പോഴും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല. അത് NSS എന്ന സംഘടന ആലോചിച്ചുറപ്പിച്ചെടുത്ത തീരുമാനമാണ് എന്നാണ് നേതാക്കന്മാരെ ഇവർ വ്യക്തമായി ധരിപ്പിക്കുന്നത്.
ഒപ്പം തന്നെ മുൻപ് ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് നേതൃത്വം NSSുമായി കൂടിയാലോചനകൾ നടത്തുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നല്ലോ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെയുള്ള കൂടിയാലോചനകൾ ഉണ്ടാവുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സുകുമാരൻ നായർ നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും നേതാക്കന്മാരാണ്, അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നില്ല. മുൻപ് കരുണാകരന്റെ കാലഘട്ടത്തിലാണെങ്കിലും AK ആന്റണിയുടെ കാലഘട്ടത്തിലാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണെങ്കിലും വയലാർ രവി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ NSSനോട് അഭിപ്രായങ്ങൾ തേടുകയും അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ ഉണ്ടാവുന്നില്ല, അത്തരത്തിലുള്ള കൂടിയാലോചനകൾ ഉണ്ടാവുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല VD സതീശനോടുള്ള ഒരു എതിർപ്പ് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചുകൂടിയാണ് എന്ന് വേണം വിലയിരുത്താൻ. കാരണം പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോണിൽ ബന്ധപ്പെടുകയോ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഉള്ളതായി അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ തന്നെ സതീശനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് സതീശന് NSSൽ അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം പോലും ശരി നൽകാത്ത ശരി സനോജ്.